ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും രക്ഷകനെ സ്വീകരിച്ച് രക്ഷയിലായിരിക്കുവാൻ, ഐക്യത്തിലായിരിക്കുവാൻ, സ്നേഹത്തിനു വേണ്ടി വക്താക്കളായി തീരുവാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളിലെല്ലാം ഉണ്ണിയേശുവിൻ്റെ ആ ഒരു സ്നേഹവും, ഉണ്ണിയേശുവിൻ്റെ ആ ഒരു കൃപയും, ഉണ്ണിയേശുവിൻ്റെ ഒരു ചൈതന്യവും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട് ആനന്ദത്തിലായിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകമായി ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ വചനത്തിൽ സ്വർഗത്തിൽ നിന്ന് ലഭിച്ച സന്ദേശം അതിപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനം: നിങ്ങൾ ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ ഒരു സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സ്വർഗീയ സന്ദേശം അതാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. യേശു ജനിച്ചിരിക്കുന്നു എന്ന ഒരു സന്ദേശം അതെല്ലാവർക്കും പ്രത്യാശ നൽകുന്നതും എല്ലാവർക്കും സന്തോഷം നൽകുന്നതുമാണ്. യേശുവിന്റെ ജനനം സകല ജനത്തിനും വേണ്ടിയുള്ളതാണ്. ആരെങ്കിലും ഒരാളെ മാത്രം ഉദ്ദേശിച്ചല്ല, അല്ലെങ്കിൽ കുറച്ചു പേർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടത്. അവനിൽ വിശ്വസിച്ച് അവന്റെ അടുത്ത് വരുന്ന സകലർക്കും രക്ഷ നൽകുന്ന ഒരു സന്ദേശമാണ് സ്നേഹത്തിന്റെ ഈ സന്ദേശം. രക്ഷകനായി ഈശോ ഈ ലോകത്തിലേക്ക് വന്നു. രക്ഷകനായി അവൻ ഈ ലോകത്തിൽ ജീവിച്ചു. അവൻ ഈ ലോകത്തിൽ ജനിച്ചതിൻ്റെ ആ ഒരു ആഘോഷമാണ് നമ്മളിപ്പോൾ കൊണ്ടാടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രക്ഷയ്ക്കായി എനിക്ക് വേണ്ടി ദൈവം വന്നു എന്നൊരു പ്രത്യാശയാണ് നമുക്കിത് നൽകുന്നത്. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എൻ്റെ ജീവിതത്തെ അറിയുന്നു, ദൈവം എൻ്റെ ജീവിതത്തെ മനസ്സിലാക്കുന്നു, എന്നെയും എൻ്റെ ജീവിതത്തെയും അറിയുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ എൻ്റെ ജീവിത മേഖലകളിൽ എന്തൊക്കെ സംഭവിച്ചാലും അത് കർത്താവ് അറിയാതെ നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സന്ദേശം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അത് ലോകത്തിലുള്ള സകലർക്കും ഒരു പ്രത്യാശയായിരുന്നു. അതാണ് നമ്മൾ വീണ്ടും കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 30-31 വചനങ്ങളിലൊക്കെ. ഇതാ നൽകപ്പെട്ട ആ പ്രത്യാശ, അത് എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു, രക്ഷകനെ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്നാണ് ശമയോൻ പറയുന്നത്. അപ്പോൾ അതൊരു വലിയ വെളിപ്പെടുത്തലായിരുന്നു. അതായത് ലോകത്തിന്റെ രക്ഷ ഇതാ ഞാൻ എൻ്റെ കണ്ണുകളിൽ കണ്ടു കഴിഞ്ഞു, എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ സാധിക്കും വിധത്തിൽ അത് പ്രത്യക്ഷമായി തീർന്നു എന്ന ഈ ഒരു സത്യം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ഇതൊരു സത്യമായി, അനുഗ്രഹമായി നിറയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ണിയേശുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കാം. അതേപോലെ ഈ ലോകത്തിന് യേശു സാക്ഷികളായി തീരാം. യേശു ജനിച്ചു എന്നത് സത്യമാണ്, യേശു മരിച്ചു എന്നത് സത്യമാണ്, യേശു പുനരുദ്ധാനം ചെയ്തു എന്നത് സത്യമാണ്, യേശു ഇന്നും നമ്മോടൊത്ത് ജീവിക്കുന്നു എന്നതും സത്യമാണ്. അങ്ങനെയെങ്കിൽ അവൻ വാഗ്ദാനം ചെയ്ത ആ അനുഗ്രഹങ്ങളെല്ലാം സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ ആ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാണ്. നാം ആയിരിക്കുന്ന നമ്മുടെ വ്യക്തി ജീവിതങ്ങളില്, കുടുംബ ജീവിതങ്ങളില് എല്ലാം യേശുവിന്റെ ഈ രക്ഷയുടെ സന്ദേശം പകർന്നു കൊടുക്കുന്നവരായി നമുക്ക് തീരുവാനായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും നേരുന്നു. പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ ഡിവൈൻ കൂട്ടായ്മയുടെ ഈ കൺവെൻഷൻ നമുക്ക് ഡിസംബർ മാസം 27-ാം തീയതി വൈകുന്നേരം മുതൽ 30-ാം തീയതി രാത്രി വരെയാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ
ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനേകർ ഇതിൽ വന്ന് പങ്കെടുക്കുവാനും കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നാമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു 10 പേര്, ഒരു 20 പേർക്ക് ഈ ഒരു സന്ദേശം അറിയിച്ച് അവരെല്ലാം രക്ഷയുടെ ഈ സന്ദേശത്തിലേക്ക്, സ്നേഹത്തിന്റെ ഈ സന്ദേശത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഈശോ നമ്മെയും നമ്മുടെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും ഈ പ്രേക്ഷിത ദൗത്യത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്.